മായ. ആൻറ്റി ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? ഞാനോ? ഞാൻ മായച്ചയുടെ ഒരു അകന്ന ബന്ധുവാ, വിമൽ. വരുന്ന ആഴ്ച എൻ്റെ കല്യാണമാണ്. അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ഒരുപാട് വർഷങ്ങളായി ചേച്ചിയെ കണ്ടിട്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാ ഈ അഡ്രസ്സ് തന്നെ കണ്ടുപിടിച്ചത്. ഓ, വരൂ, കയറിയിരിക്കൂ. ഞാൻ ആൻറ്റി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവർ ഏറെക്കുറെ വരാനായിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട. വന്ന് കാണുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അല്ല, ഇയാൾ ആരാ? ഞാനോ? ഞാനിവിടെ ഉള്ളതാ. ഓ, താൻ പഠിക്കുവാണോ? അല്ല. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? ഒരു മിനിറ്റ്, ഇപ്പം തരാം. എന്താ? ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ. അതൊക്കെ ആൻറ്റി വന്നിട്ട് കാണാം. ഇയാൾ അവിടെ പോയി ഇരുന്നേ. ഞാനെന്തായാലും ആൻറ്റിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. അവരെത്താറായിട്ടുണ്ടെങ്കിലല്ലേ വെയിറ്റ് ചെയ്യണ്ടോ. അതൊന്നും സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഞാൻ ഒരുപാട് ദൂരം നിന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നത് കൊണ്ട് ഒരു സർപ്രൈസ് ആവും. അവൻ്റെ കൂപ്പിലൊരു സർപ്രൈസ്. ആൻറ്റിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എപ്പോഴും ഇറക്കി വിട്ടാനെ. ഇനി അതങ്ങാനും കണ്ടുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ബന്ധുവിനെ ഇൻസൾട്ട് ചെയ്തെന്നും പറഞ്ഞ് അത് മതി അടുത്ത പുകിലിന്. മുകളിലെൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആൻറ്റി ആയിരിക്കും. താൻ ഇവിടെ തന്നെ ഇരിക്കേ, ഞാനതൊന്ന് പോയി നോക്കിയിട്ട് വരാം. തന്നോട് ഞാൻ താഴെ ഇരിക്കാനല്ലേ പറഞ്ഞത്? എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഞാൻ ചുമ്മാ ഇവിടേക്കൊന്ന് കാണാൻ. മതി, ഇറങ്ങു പുറത്ത്. താൻ പോയിട്ട് ആൻറ്റി ഉള്ളപ്പോൾ വാ. അല്ല, ഞാൻ തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? വീട്ടിൽ ആളില്ലാത്ത നേരത്തെ കണ്ണിക്കണ്ട ആണുങ്ങളെ വിളിച്ചു കയറ്റാനും മാത്രം നീ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ പല്ലവി? ഞാനോ? ഞാനല്ല. ഞാൻ ആരും വിളിച്ചു കയറ്റിയിട്ടൊന്നുമില്ല. എനിക്കറിഞ്ഞൂടെ ഇയാളെ. കള്ളം പറയുന്നോ? സേതു അടിച്ചത് വിമലിനെ ആയിരുന്നെങ്കിലും അത് കൊണ്ടത് പവിക്കായിരുന്നു. പറയടാ, ആരാ നീ? എന്തിനാ ഇവിടെ വന്നത്? അത് ഞാനും പല്ലവിയും തമ്മിൽ ഇഷ്ടത്തിലാ. പല്ലവി വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. കള്ളം, പച്ച കള്ളാണ് ഇയാൾ പറയുന്നത്. ആന്റിയുടെ ബന്ധുവാണെന്നല്ലേ താൻ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ മാറ്റി പറയുന്നോ? എന്നോട് ക്ഷമിക്ക് പല്ലവി. ഇപ്പോഴെങ്കിലും നമ്മളിത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല. എനിക്ക് നീയല്ലാതെ പറ്റില്ല. ആഹാ, കൊള്ളാം. വീട്ടിൽ ആളില്ലാത്ത നേരത്തെ തോന്നിയ ദിവസം കാണിച്ചിട്ട് പിടിക്കപ്പെട്ടപ്പോൾ നാടകം കളിക്കുന്നു. ഇതേ ആൻറ്റി, അനാവശ്യം പറയരുത്. ഇയാളെ ഞാൻ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല. ആൻറ്റിയുടെ ബന്ധുവാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ബന്ധുവാണെങ്കിൽ അവൻ എന്നോട് സംസാരിക്കാം. അവൻ നിന്റെ പേരെ പറയുന്നത് പല്ലവി. സേതുവിന് ഇപ്പോഴൊന്നും പറയാനില്ല. ആ നിമിഷം സേതു വിമലിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വീടിന് വെളിയിലേക്ക് വലിച്ചിറക്കി. ആ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ അയൽവാസികളായ ദമ്പതികൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവരെ കണ്ടതും വിമൽ യാചനാഭാവത്തിൽ സേതുവിൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. ചെയ്തത് തെറ്റാണെന്നറിയാം. നിങ്ങൾ ആരുമില്ലാത്ത നേരത്ത് ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. പറ്റിപ്പോയി. എനിക്ക് പല്ലവിയെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും. ഞങ്ങൾ തമ്മിൽ പിരിക്കരുത്. അതും പറഞ്ഞ് വിമൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അതോടെ സേതുവിനെയും മായയെയും ഒരു പരിഹാസഭാവത്തോടെ നോക്കിക്കൊണ്ട് അയൽവാസികളും പിൻവാങ്ങി. അച്ഛനും മകൾക്കും സമാധാനമായോ? നാട് മുഴുവൻ എങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ടി വന്നപ്പോൾ സന്തോഷമായോ? ഒരുപാട് തവണ ഞാൻ പറഞ്ഞത് രണ്ടുപേരോടും. മകൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു അച്ഛനും ആ വിശ്വാസത്തെ മറയാക്കി തോന്നിവാസം കാണിക്കുന്ന മകളും. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി പല്ലവി ഇതുപോലൊക്കെ ചെയ്തു കൂട്ടാൻ? ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? നിനക്കെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? എനിക്ക് അയാൾ അറിയില്ല. അയാളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനിയും കുറെ കള്ളങ്ങൾ നീ പറയണ്ട പല്ലവി. നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും നിനക്ക് എന്തിനും ഏതിനും സ്വാതന്ത്ര്യം തരികയും ചെയ്ത പപ്പയോട് നീ ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോതാ അയൽവാസികൾ അറിഞ്ഞു. നേരം ഒന്ന് ഇരട്ടി വെളുക്കുമ്പോഴേക്കും ഇതാരെല്ലാം അറിയുമെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇനിയും എത്ര പേരോട് നിന്റെ പപ്പ മറുപടി പറയേണ്ടി വരും? എത്ര ആളുകളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും? ആൻറ്റി, നിർത്ത്. ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പപ്പ പ്ലീസ്, പപ്പയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പപ്പ. ഒരിക്കൽ പോലും കൈ ഉയർത്തി അടിച്ചിട്ടില്ല ഞാൻ. സ്നേഹിച്ചതിനും ലാളിച്ചതിനും കൂടെ നിന്നതിനും ഒക്കെ കിട്ടി. മേലിൽ എൻ്റെ കൺമുൻപിൽ കണ്ടുപോകരുത് തന്നെ.
പപ്പ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സാരമില്ല, പോട്ടെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആൻറ്റി. അയാൾ എനിക്ക് അറിയില്ലായിരുന്നു. ആൻറ്റിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറ്റിയത്. വീണ്ടും വീണ്ടും ഒരേ കള്ളം തന്നെ പറഞ്ഞാൽ അത് സത്യമാകില്ല പല്ലവി. എനിക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല. നിനക്കറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ നിന്റെ പേരെടുത്ത് പറയും? നിന്നെ കാണാൻ വന്നതാണെന്ന് പറയും. എനിക്കറിയില്ല അയാൾ ആരാണെന്നോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നോ എനിക്കൊന്നും അറിയില്ല. എനിക്കാരെയും ബോധിപ്പിക്കേണ്ട, പപ്പയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ഇപ്പം നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പപ്പ ഒന്ന് തണുക്കുന്നത് വരെ നീ കാത്തിരുന്നേ പറ്റൂ. പോയി മുഖമൊക്കെ കഴുകി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട ആൻറ്റി. കണ്ടില്ലേ പപ്പ ഒരു തരി പോലും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയത്. ഞാൻ കാരണം പപ്പയെ പട്ടിണിയിലാക്കിയിട്ട് ഞാനെങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്? ഇന്നെന്താ നേരത്തെ ആണല്ലോ? എനിക്ക് പവയുടെ അടുത്തൊന്ന് പോകണം അമ്മ. അവളെ കണ്ടിട്ട് 2 ദിവസമായി. പിന്നെ ഇന്നലെ തൊട്ട് അവൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പവിക്കെന്തോ തലവേദനയാണെന്ന് മായ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അത് കാരണമായിരിക്കും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നീ ജോലിക്ക് പോകാൻ ലേറ്റ് ആവണ്ട, പോകാൻ നോക്ക്. ആ ഏട്ടാ. എന്തായി, നീ പവിയെ കണ്ടോ? ഇല്ല ഏട്ടാ, പക്ഷെ പേടിക്കണ്ട, പവിക്ക് തലവേദനയാണത്രേ. അതുകൊണ്ട് ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന്. നിന്നോട് ഇതാര് പറഞ്ഞു? മമ്മ പറഞ്ഞതാ. മായൻ്റെ വിളിച്ചപ്പോൾ പറഞ്ഞത്രേ. എന്തായാലും നീ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവിടം വരെ ഒന്ന് പോകണം. ഞാനിന്ന് വരാൻ വൈകും ഏട്ടാ. വർക്ക് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് റിയയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അത് കഴിഞ്ഞെത്തുമ്പോൾ ലേറ്റ് ആവും. ഏട്ടൻ ടെൻഷൻ ആവണ്ട. തലവേദനയൊക്കെ മാറി ഉഷാറാവുമ്പോൾ അവൾ തന്നെ ഏട്ടന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തോളൂ. എനിക്കെന്തോ ഒരു വല്ലായ്മ. ഒന്നുമില്ല ഏട്ടാ. എന്തായാലും നാളെ ഞാൻ അവളെ പോയി കാണുന്നുണ്ട്. നീ എന്തായാലും പോയിക്കോ, ശ്രദ്ധിച്ചു പോണേ. ആ ഏട്ടാ, ബൈ. എന്താടോ സേതു, മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെപ്പറ്റി താൻ പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യം എൻ്റെ ചെറുക്കം വരാൻ ഇനി 2 വർഷം എടുക്കും. എന്നാലും നമ്മൾ തമ്മിലൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെല്ലാം വേഗത്തിലാകാലോ. ഇല്ല സർ, അത് നടക്കില്ല. അതെന്താടോ നടക്കാത്തത്? പല്ലവി അതിന് സമ്മതിക്കില്ല. അതെന്താ? അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളല്ലേ? സുഹൃത്തുക്കളായാൽ മാത്രം പോരെ സർ, പരസ്പരം ഇഷ്ടം വേണം. പല്ലവിക്ക് ഇവാനോട് ഇഷ്ടമൊന്നുമില്ല. അതെന്ത് വർത്താനാടോ താൻ പറയുന്നത്? എനിക്കറിയാം അവർക്ക് പരസ്പരം ഇഷ്ടമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചത്. നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒന്നുമല്ല സർ സത്യങ്ങൾ. താനിത് എന്തൊക്കെയാ പറയുന്നേ? തനിക്കിത് എന്തു പറ്റി? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു, ആകെ ഒരു മൂകത. ഒന്നുമില്ല സർ. താൻ എന്തായാലും ഇത് ക്യാൻസൽ ചെയ്യാൻ വരട്ടെ. ഞാൻ പല്ലവിയോടൊന്ന് സംസാരിക്കട്ടെ. വേണ്ട, സംസാരിക്കേണ്ട. സാറിന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. പല്ലവി. അങ്കിൾ. എന്താ പല്ലവി, എന്താ ഇതൊക്കെ? നിനക്ക് എന്താ പറ്റിയേ? ആരാ പയ്യൻ? എനിക്കറിയില്ല അങ്കിൾ, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇന്നലെ ഇവിടെ നടന്ന കാര്യത്തിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് മാത്രമേ എനിക്കറിയൂ. എന്നാൽ അത് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. വേറെ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ പപ്പ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല, എന്നെ കേൾക്കാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും നാൾ മറിച്ചു പിടിച്ചു. അങ്കിളിനോടായതുകൊണ്ട് പറയാം, കണ്ടാന്ന തൊട്ട് നെഞ്ചിക്കൊണ്ട് നടക്കുന്നതാ ഞാൻ ഇവാനിനെ. അവനെ മറന്ന് വേറൊരാളെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് വേണ്ടി സംസാരിക്കാനോ എൻ്റെ ഭാഗം കേൾക്കാനോ ഇവിടെ ആരുമില്ല. അങ്കിൾ പ്ലീസ്, പപ്പയോട് ഒന്ന് പറയോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അങ്കിൾ ഒന്ന് പറയോ. അങ്കിൾ പറഞ്ഞ പപ്പ ഒരു പക്ഷെ കേൾക്കും. കരയാതിരിക്കും പല്ലവി. സേതുവേട്ടനോട് ഞാൻ സംസാരിക്കാം. എന്തായി?
അവളൊരു പാവാണ് മായ. പല്ലവിയും ഇവാനും തമ്മിലാ ചേർച്ച. അവരുടെ വിവാഹം നടന്നോട്ടെ. നിന്റെ കൺവെട്ടത്ത് നിന്നും അവർ ദൂരെ പോയിക്കോളും. ഓ, അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ നീ വീണ്ടും അങ്ങോട്ടേക്ക് ചാഞ്ഞു അല്ലേ? അങ്ങനെയല്ല മായ. പിന്നെ എങ്ങനെയാ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഹരി? അവളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയില്ലേ? പാവം സേതുവേട്ടൻ. അവൾ എത്ര വിശ്വാസമായിരുന്നെന്നോ, എന്തിഷ്ടമായിരുന്നു അവളെന്നോ. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കാം? നീ പല്ലവിയുടെ അവസ്ഥ കണ്ടില്ലേ? രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാൻ ആകെ വീർപ്പ് മുട്ടുക. എൻ്റെ കാര്യം പോട്ടെ, പക്ഷെ സേതുവേട്ടൻ ഒരിക്കൽ തന്നെ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആളാ. ആരോടൊന്നും മിണ്ടാതെ എല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ പേടിയാവുക. പിന്നെ ഈ കാര്യത്തിൽ നീ സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പല്ലവിയെ തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവളോടുള്ള വിശ്വാസം അത്രയ്ക്ക് നഷ്ടപ്പെട്ടു പോയി സേതുവേട്ടന്. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ആ, ഒന്നുമില്ല, അവൾ പോയി. എന്താ മാത്യു, എന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ. ഏയ് ഒന്നുമില്ലടോ. അത് വെറുതെ. എന്താണെങ്കിലും പറ മാത്യു. അത് എല്ലാം ഓക്കെയായിട്ട് നിന്നോട് പറയാമെന്ന് കരുതിയിരുന്നതാ ഞാൻ. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. നിങ്ങളെന്താ കാര്യം എന്ന് പറ മാത്യു. അത് ഞാൻ നമ്മുടെ ഇവാനെ കൊണ്ട് പല്ലവിയെ വിവാഹം കഴിപ്പിക്കാമെന്ന ആലോചനയിലായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളല്ലേ. മാത്രമല്ല അതിനപ്പുറം എന്തോ ഒരു ഇഷ്ടം അവർ തമ്മിലുണ്ടെന്നും എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ സേതു സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് അയാൾ പറഞ്ഞ കാരണം അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല്ലവിക്ക് ഇവാൻ ഇഷ്ടമല്ലത്രേ. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലെന്നേ. പക്ഷേ സേതു പറഞ്ഞത് സത്യമാണ് മാത്യു. പല്ലവിക്ക് ഇവാനോട് ഇഷ്ടമൊന്നുമില്ല. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ മകൻ ഒരു പക്ഷെ അവളോട് ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവൾക്ക് തിരികെ അങ്ങനെയൊന്നുമില്ല. അഥവാ അവൾ ഇങ്ങനെ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആത്മാർത്ഥതയുള്ളതായിരിക്കില്ല. പല്ലവി അങ്ങനെ നമ്മൾ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയൊന്നും അല്ല മാത്യു. നമുക്ക് ഒന്നവിടെ വരെ പോയാലോ സ്മിതേ? വേണ്ട മാത്യു. അതൊരു പക്ഷേ സേതുവിന് ഇഷ്ടമായെന്ന് വരില്ല. നമ്മളത് അറിയുന്നതൊരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ സേതു തന്നെ നിങ്ങളോടെല്ലാം പറഞ്ഞേനെ. മാത്യു ഇതറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. പിന്നെ ഇവാനോടും എമ്മിയോടും ഇപ്പോൾ ഒന്നും പറയണ്ട. ഇവാനിനോട് പറയാതിരുന്നാൽ എങ്ങനെയാ സ്മിത? അവൻ അവളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മറക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ അന്നല്ലേ മാത്യു. ഇപ്പം അവനവിടുന്ന് പോയിട്ട് വർഷം ഇത്ര ആയില്ലേ. അവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏതോ കളിയരങ്ങിൻ നായികയല്ലോ നീ. സ്നേഹം തേടും മായാമോഹമരീചിക നീ. സന്തോഷമായോ നിനക്ക്? എൻ്റെ മനസ്സമാധാനം മുഴുവൻ കളഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായോ? അല്ലെങ്കിൽ നിനക്കെന്താ? ഞാനൊരു മണ്ടൻ. ചെറുപ്പം മുതൽ ഏറ്റവും ഇഷ്ടം പപ്പയോടാണെന്ന് പറഞ്ഞത് കണ്ണടച്ചങ്ങോട്ട് വിശ്വസിച്ചു. നിന്റെ ചേച്ചി വിവാഹം കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോയപ്പോൾ കൂടെ നീയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. ഇത്രയും നാൾ ജീവിച്ചത് തന്നെ നിനക്ക് വേണ്ടിയാ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വീട് മാറിയത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത്. ഇപ്പോൾ നിനക്ക് വേണ്ടി തന്നെ ഇത്രയും അധികം ആളുകളുടെ മുൻപിൽ ഞാൻ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്തവളാണ് എൻ്റെ മകളെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിലും ഭേദം നിന്റെ ചേച്ചിയായിരുന്നു. എന്നെങ്ങനെ ആളുകളുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരുത്തിയില്ലല്ലോ അവൾ. വന്നിരുന്നു ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ കാമുകൻ. സ്വത്തോ പണമോ പോട്ടെ, സ്വന്തം എന്ന് പറയാനൊരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലാത്ത അവനെയാണ് നീ സ്നേഹിച്ചത്. അവൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നിന്നെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന്. എന്നെ കൊന്നാലും സമ്മതിക്കില്ല ഞാൻ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിന് ഭേദം അങ്ങ് മരിക്കുന്നതാ.
ഇനിയിപ്പോൾ ഇങ്ങനെ നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം പല്ലവി? മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് പപ്പയെ ഇത്രയും വേദനിപ്പിക്കണ്ടായിരുന്നു. ഒരിക്കൽ പോലും കൈ ഉയർത്തി അടിച്ചിട്ടില്ല ഞാൻ. ഇത്രയും അധികം ആളുകളുടെ മുൻപിൽ ഞാൻ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നു. ഇതിലും ഭേദം നിന്റെ ചേച്ചിയായിരുന്നു. മേലിൽ എന്റെ കൺമുൻപിൽ കണ്ടുപോകരുത് തന്നെ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിൽ ഭേദം അങ്ങ് മരിക്കുന്നതാണ്. അതെ, മരിക്കുന്നതാ നല്ലത്. പക്ഷെ പപ്പയല്ല, ഞാനാ മരിക്കേണ്ടത്. അന്നും ഇന്നും പപ്പയായിരുന്നു എൻ്റെ പ്രയോറിറ്റി. പപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ ആ പപ്പയ്ക്ക് തന്നെ ഞാനിന്ന് വെറുക്കപ്പെട്ടവളായിരിക്കുന്നു. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്നോട് ക്ഷമിക്കുക. ഞാനൊരിക്കലും നിനക്ക് ചേർന്ന പെൺകുട്ടിയല്ല. നിനക്ക് എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും. എല്ലാവരുടെ മുൻപിലും തല ഉയർത്തിപ്പിടിച്ച് ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു നല്ല പെൺകുട്ടിയെ നിനക്ക് കിട്ടും. പ്രിയപ്പെട്ട പപ്പയ്ക്ക് ഈ നിമിഷം വരെ പപ്പയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാ. അന്ന് നടന്നത് ഒന്നും എൻ്റെ അറിവോടെയല്ല. പക്ഷേ അത് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. അതുകൊണ്ട് എക്കാലവും ഞാൻ എല്ലാവരുടെയും കണ്ണിൽ മോശക്കാരിയായിരിക്കും. ഞാൻ കാരണം പപ്പ ആരുടെ മുൻപിലും തല ഉനിക്കരുത്. അതുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് പപ്പയെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ജീവിച്ചതും ഇപ്പം മരിക്കാൻ പോകുന്നതും പപ്പയ്ക്ക് വേണ്ടിയാണ്. ലവ് യു പപ്പ. പപ്പയ്ക്ക് എന്നോട് പപ്പ ക്ഷമിക്കണം. എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പപ്പ ഞങ്ങളുടെ വിവാഹം നടത്തി തരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ പോവുകയാണ്. എന്നെ അന്വേഷിക്കരുത്. ഇത് മതി. സേതു.